അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആരുമില്ലാത്ത വീടുകളിൽ പ്രവേശിക്കുമ്പോൾ സലാം പറയേണ്ടതുണ്ടോ? നമ്മുടെ വീടാവാം, ബന്ധുക്കളുടെ വീടാവാം, ആരുമില്ല, പക്ഷെ അവർ പ്രവേശിക്കേണ്ടി വന്നാൽ, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആരുമില്ല, സലാം പറഞ്ഞ് പ്രവേശിക്കണോ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഫൈദാ ദഖൽതും ബുയൂതൻ, നിങ്ങൾ വീടുകളിൽ പ്രവേശിച്ചാൽ, ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബതൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. നിങ്ങൾ വീടുകളിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ വീട്ടുകാർക്ക് അനുഗ്രഹപൂർണമായ ഒരു അഭിവാദ്യം, നിങ്ങൾ സലാം പറയണം എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അപ്പോൾ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ സലാം പറയൽ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി വീട്ടിൽ ആളില്ല എങ്കിൽ, ഇപ്പോൾ ഒരാളുണ്ടെങ്കിലല്ലേ നമ്മൾ സലാം പറയേണ്ടതുള്ളൂ, ആളില്ലെങ്കിൽ സലാം പറയണം. അപ്പൊ ഈ വിഷയത്തിൽ അദബുൽ മുഫ്രദിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ട് കാണാൻ കഴിയും. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ ദഖലൽ ബൈത ഗൈറ അൽ മസ്കൂന, താമസമില്ലാത്ത ആളില്ലാത്ത വീട്ടിൽ പ്രവേശിച്ചാൽ, ഫലയഖുൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ഞങ്ങളുടെ മേലും അള്ളാഹുവിന്റെ സൽക്കർമ്മചാരികളായ ദാസന്മാരുടെ മേലും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണമെന്ന് റിപ്പോർട്ട് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് വേണ്ടി തന്നെ ആളില്ലാത്ത വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഒരു സലാം, അതിനൊരു മര്യാദയായതുകൊണ്ട് സലാം പറഞ്ഞ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് തന്നെയാണ് പ്രവേശിക്കേണ്ടത്. ആളില്ലെങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന രൂപത്തിൽ സലാം പറയാം എന്ന റിപ്പോർട്ടുകൾ കാണാൻ കഴിയും. അപ്പോൾ ആളില്ലാത്ത വീട്ടിൽ പ്രവേശിക്കുമ്പോഴും വീട്ടിൽ കയറിയാൽ സലാം പറയൽ സുന്നത്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.